ഇന്ന് നമ്മുടെ ടോപ്പ് സിംഗർ വേദിയിൽ പ്രേക്ഷകരെ കാത്ത് ഒരുപാട് നല്ല നല്ല പാട്ടുകളും വിശേഷങ്ങളും ഒക്കെ ഇരിക്കുകയാണ്. അപ്പോൾ ഒട്ടും വെയിറ്റ് ചെയ്യുന്നില്ല, നമ്മളൊരു കിടിലൻ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ജഡ്ജസിനെ വെൽക്കം ചെയ്ത് തന്നെ നമുക്ക് ഐശ്വര്യമായിട്ട് തുടങ്ങാം. ലെറ്റ്സ് വെൽക്കം MJ അങ്കിൾ, ഉണ്ണി അങ്കിൾ ആൻഡ് ആര്യ ചേച്ചി. വെൽക്കം. പെർഫോമൻസ് റൗണ്ടില് ഒരു മനോഹര ഗാനവുമായിട്ട് മാവേലിക്കരയിൽ നിന്നും നമ്മുടെ ദുർഗ കുട്ടി എത്തുന്നു. ലെറ്റ്സ് വെൽക്കം ദുർഗ ഓൺ സ്റ്റേജ്. സുന്ദരിയായിട്ടുണ്ടല്ലോ, നല്ല രസമല്ലേ? നല്ല ഉടുപ്പ്. എനിക്ക് ദുർഗ കുട്ടീനെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. നല്ല ഉടുപ്പ്, നല്ല മറ്റേ പാട്ട് ദുർഗയെ പറ്റിയാണോ? പാവാടപ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ. അതേന്ന് പറഞ്ഞു. അപ്പൊ നല്ല ചുന്ദരിയായിട്ടുണ്ടേ ഇന്ന്. ഈ കോസ്റ്റ്യൂം ഭയങ്കരമായിട്ട് ചേരുന്നുണ്ട്. ആരെയും പറഞ്ഞോ ഇങ്ങനെ ചേരുന്നുണ്ടെന്ന് പറഞ്ഞോ? ഇവിടെ എല്ലാരും പറഞ്ഞു. എല്ലാരും പറഞ്ഞോ? ഏറ്റവും നല്ല കോംപ്ലിമെന്റ് ആരാ പറഞ്ഞേ? ഞങ്ങൾ തന്നെയാണോ? അതെ, ഞങ്ങൾ തന്നെയാണ് പറഞ്ഞത്. നമ്മൾ ഏറ്റവും കൂടുതൽ പറഞ്ഞത്. പാട്ട് ഏതാണ്? കാർക്കുഴലി. ബാക്കി കാർക്കുഴലി തേൻകുരുവി. മ്യൂസിക് ആരുടെ? മ്യൂസിക് ഔസേപ്പച്ചൻ സാർ. ഓക്കെ. ലിറിക്സ് കൈതപ്പുറം സാർ. പാടിയത് സുജാതാമ്മ. സുജു ചേച്ചി. ഫിലിം കസ്തൂരിമാൻ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
ദുർഗു, എന്തോ? താങ്ക് യു സാർ. വെരി ഗുഡ് അറ്റംപ്റ്റ്. താങ്ക് യു സാർ. നമ്മൾ ചില പാട്ടുകൾ അറ്റംപ്റ്റ് ചെയ്യുന്നത് തന്നെ അതൊരു സംഭവമാണ് കേട്ടോ. ഈ പാട്ട് സുചേച്ചിയല്ലേ പാടിയിരിക്കുന്നത്? അതെ. സുചേച്ചിയുടെ കുറുമ്പ് ഒരുപാട് ഈ പാട്ടിലുണ്ട്. ഈ ദുർഗക്കുട്ടി വീട്ടിലൊരു കുറുമ്പിയാണോ? എനിക്കൊരു സംശയമുണ്ട് കേട്ടോ. നമുക്കൊരു പ്രൊഫൈൽ കാണാം, അപ്പൊ മനസ്സിലാവും. ഓക്കെ. ഓ അമ്മ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിലെ പ്രതിഷ്ഠ നടക്കുമ്പോഴാണ് ഞാൻ ജനിച്ചതെന്ന്. അതുകൊണ്ട് എനിക്ക് ദുർഗയെന്ന് പേരിട്ടതെന്ന്. ഞാൻ ദുർഗ. നിങ്ങൾക്കെല്ലാവർക്കും എന്നെ ടോപ്പ് സിംഗറിൽ കണ്ട് പരിചയം ഉണ്ടായിരിക്കുമല്ലോ. അപ്പൊ ഇന്ന് എന്റെ കുറച്ച് വിശേഷങ്ങൾ കാണാം. ഇപ്പൊ നിങ്ങൾ ടോപ്പ് സിംഗർ കാണാറില്ലേ? അതുപോലൊക്കെയാ ഞാൻ. ശരിക്കും ഞാൻ എന്റെ അച്ഛനും അമ്മയ്ക്കും കാത്തിരുന്നുണ്ടായിരുന്നു മോളെ. സ്കൂൾ എന്റെ ഭയങ്കര ഒരു ലക്കി പ്ലേസാ. ഞാൻ ഇവിടെ നിന്നാ കൂടുതൽ മത്സരങ്ങൾക്കൊക്കെ പോകുന്നത്. എനിക്കിവിടെ പാടാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇവര് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞതിന് ശേഷം ഒരുപാട് സന്തോഷങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഇവിടെ നമ്മുടെ നാട്ടിലാണെങ്കിലും എല്ലാവരും പറയും ആള് ഭയങ്കര ശാന്തമാണ്. സ്കൂളിലാണെങ്കിലും നേരത്തെ പഠിപ്പിച്ചിടത്താണെങ്കിലും ഇപ്പം പോയിടത്തും അങ്ങനെ ഒരു വലിയ ബഹളോ ഒച്ചപ്പാടോ അങ്ങനെയൊന്നുമില്ല. പൊതുവെ ഇച്ചിരി ശാന്തമായിട്ടുള്ള ഒരു രീതിയാണ്. അങ്ങനെ പറഞ്ഞു പോകാൻ പറ്റത്തില്ല. വീട്ടിലിപ്പം നമ്മുടെ ഇളയ ഒരാളുണ്ട്, അവനുമായിട്ട് എപ്പോഴും ഇടിയും ബഹളവും ഒക്കെ വീട്ടിൽ വരുന്നുണ്ട്. അന്നേരം അവിടെ ശരിക്കുള്ള സ്വഭാവം കാണാൻ പറ്റത്തുള്ളൂ. വൈകുന്നേരം സ്കൂളിൽ നിന്ന് വന്നിട്ട് ഒരു പാചകത്തിന് അങ്ങ് കയറും. ബ്രെഡും മുട്ടയൊക്കെ വെച്ചിട്ട് അവളുടേതായ രീതിയിലുള്ള പലഹാരമൊക്കെ ഉണ്ടാക്കി ഞങ്ങൾക്കും തരും കേട്ടോ. അതൊക്കെ യൂട്യൂബുള്ളതുകൊണ്ട് നടന്നു പോകുന്നു. ഇപ്പൊ ആ ഒരു വേദിയിൽ അവള് പാടുമ്പം എന്താ പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. ആ ഒരു സന്തോഷം ഞങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. അതുപോലെ ഞങ്ങൾ വളരെയേറെ സന്തോഷിക്കുന്നു. ഇപ്പൊ നിങ്ങൾ എല്ലാരും എന്നെ പറ്റി അറിഞ്ഞില്ലേ? ഇനി ഞാനും ടോപ്പ് സിംഗറിൽ നിങ്ങളോടൊപ്പം ഉണ്ടാവും. നല്ല രസം. മീനുട്ടി ഇങ്ങനെയല്ലേ ചോദിക്കുന്നേ? ഇപ്പൊ നിങ്ങൾ എല്ലാരും എന്നെ പറ്റി അറിഞ്ഞില്ലേ? അതെ അതെ അതെ. അങ്ങനെയല്ലേ? പക്ഷെ ശരിക്ക് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞു. അനിയനെ ഇടിച്ച് പിഴിഞ്ഞ് എന്തൊക്കെ ചെയ്യും? അതെ, ആ പാവത്തിന്റെ അതിരിക്കുന്നത് പാവം കേട്ടോ. അവൻ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടില്ലേ അതിനകത്ത്? അവനെങ്ങനെ ഇടിക്കാൻ തോന്നണേ? അവൻ ആദ്യം എന്നെയും ഇടിക്കും. തിരിച്ച് അങ്ങോട്ടും തരും അല്ലേ? കുഞ്ഞോ ഇടി കൊടുക്കൂ, നല്ല ഇടി കൊടുക്കൂ. എങ്ങനെ കൊടുക്കുക? അങ്കിളൊന്ന് കാണിച്ചു തരുമോ? എങ്ങനെ കൊടുക്കുക? അപ്പൊ തിരിച്ചെങ്ങനെ കൊടുക്കും? പാവം ഇങ്ങനെ തൊടത്തേ ഉള്ളൂ. നല്ലതായിട്ട് കൊടുക്കല്ലേ? അങ്ങനെയൊക്കെയാണ് വളരുക അല്ലേ? ചേച്ചി അനിയനൊക്കെ അങ്ങനെ വേണം വളരാൻ. അതിലാണ് സ്നേഹം വരണേ. പതുക്കെ പതുക്കെ അങ്ങനെ സ്നേഹം വരും. അടി ഒരുപാട് കൂടണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് അച്ഛനും അമ്മയുണ്ടല്ലോ, കൺട്രോൾ ചെയ്തോളും, കുഴപ്പമൊന്നുമില്ല. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാ, ഈ പാട്ടിൽ കുറച്ചും കൂടെ കുറുമ്പ് വേണം എന്നുള്ള. കുറുമ്പ് പാട്ടിനുള്ളിൽ വരുമ്പോഴത്തേക്കും കുറുമ്പ് പാട്ടിൽ പാടാൻ പറ്റും എന്നുള്ളതിന് ഏറ്റവും ബെസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ് സുചേച്ചി. ഒരുപാട് പാട്ടുകളിൽ അങ്ങനെ കുറുമ്പ് കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ ഉണ്ണിച്ചേട്ടാ? അങ്ങനെയല്ലേ? ഭയങ്കര കുസൃതിയാണ്. ആ കുസൃതി അത് വേണം. അപ്പൊ ആ പല്ലവി അങ്ങനെ ഒന്ന് പാടി കേൾപ്പിക്കാമോ? ആരോടും മിണ്ടല്ലേ, ആരാരും കാണാതെന്റെ കനവെല്ലാം കട്ടൊരു കള്ളം. അതൊരു പോയിന്റ്. ദാറ്റ് ഇസ് വൺ പോയിന്റ്. രണ്ടാമത്തെ, എനിക്ക് തോന്നുന്നു മോള് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവമുണ്ട്. അതായത് ഇടയ്ക്കിടയ്ക്ക് ചില നോട്ട്സ് സ്ലിപ്പ് ചെയ്യുന്നുണ്ട്. അത് എല്ലാവർക്കും സംഭവിക്കും. പക്ഷെ മോള് പ്രത്യേകിച്ചും ഭൂത കണ്ണാടി വെച്ച് അത് നോക്കിക്കോണം. ഇനി മുതല്
എനിക്ക് അങ്ങനെ സംഭവിക്കുന്നുണ്ടോ എങ്കിൽ ഒന്നുകൂടെ പാടി പ്രാക്ടീസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ശ്രുതിയുടെ ഒരു സ്ലോട്ട് ഉണ്ടല്ലോ, ഒരു ഫ്രീക്വൻസി ആണല്ലോ ശ്രുതി എന്ന് പറയുന്നത്. ആ സ്ലോട്ടിൽ നിന്നൊന്നും മാറിപ്പോകുന്നുണ്ട്, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തെറിച്ചു പോകുന്നുണ്ട്. വെള്ളമൊക്കെ ഇങ്ങനെ തെറിച്ചു പോകില്ലേ, അതുപോലെ തെറിയുന്നത്. പക്ഷെ അത് കറക്റ്റായിട്ട് വീഴണം, അത് വളരെ ഇമ്പോർട്ടൻ്റ്. അതിന് പ്രാക്ടീസ് ചെയ്യേണ്ടത് സ്ട്രെയിറ്റ് നോട്ട്സ് പാടി ശ്രുതിയിൽ പ്രാക്ടീസ് ചെയ്യണം. Okay, sir. അതുപോലെ ഗ്ലൈഡ്സ് പ്രാക്ടീസ് ചെയ്യണം. ഇങ്ങനെ നീ ദ പ മ ത രേ രേ. ഈ ഓരോ ഗ്ലൈഡ്സിലും നമുക്ക് പതുക്കെ പതുക്കെ പാടി അതിനെ സ്പീഡിലാക്കി പിന്നെ നമുക്ക് ശ്രുതി കറക്റ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഈ സ്ലിപ്പുകളൊക്കെ കുറേയൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. Okay, sir. അതിനുള്ള കൂടുതൽ സംഭവങ്ങളൊക്കെ നമ്മുടെ ക്യാപ്റ്റൻ പറഞ്ഞു തരും. Okay. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഓക്കെ, Okay. റൈറ്റ്. ദുർഗക്കുട്ടി, എന്തോ എനിക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു പാട്ടുമായിട്ടാണ് ദുർഗക്കുട്ടി ഇന്ന് വന്നിരിക്കുന്നത്. കാണാൻ ഭയങ്കര രസം, കേൾക്കാൻ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. താങ്ക് യു ചേച്ചി. നല്ല വോയിസ് ആണ്, നല്ല ബ്യൂട്ടിഫുൾ. ഈ പാട്ടിൽ പറയുന്ന പോലെ ഒരു കുരുവി വോയിസ് ആണ്, നല്ല നല്ല ഭംഗിയുള്ള ഒരു കുട്ടിത്തം പോവാത്ത അത്രയും സ്വീറ്റ്നെസ് ഉള്ള ഒരു വോയിസ് ആണ്. അപ്പൊ ആ വോയിസ് വെച്ചിട്ട് ഈ പാട്ട് പാടുമ്പോൾ സാർ പറഞ്ഞ പോലെ കുറച്ചുകൂടെ ഒരു കുറുമ്പ് പ്രതീക്ഷിച്ചു, പക്ഷെ അത് അങ്ങനെ അങ്ങ് എത്തിയില്ല. എനിക്ക് തോന്നിയത് കുറച്ചും കൂടെ ബ്രെത്ത് സപ്പോർട്ട് വേണം തോന്നി. ടഫാണ് പാടാൻ വേണ്ടിയിട്ട് ഈ പാട്ട്, എളുപ്പമല്ല, ടഫാണ്. പക്ഷെ കുറച്ചും കൂടെ ബ്രെത്തൊക്കെ എടുത്ത് പാടിയിരുന്നെങ്കിൽ ആ ലാസ്റ്റത്തെ കളിത്തോഴൻ ആഹാ എന്ന് പറയുന്ന ഒരു പോർഷനിൽ അതൊന്ന് പാടാമോ? പൂന്തളിരിൻ മനസ്സിന്റെ കളിത്തോഴന ആഹാ. ആ, അവിടെ കളിത്തോഴന കഴിയുമ്പോഴത്തേക്ക് അവിടെ ഒരു ചെറിയൊരു വിറ വന്നു. താരര തരര തര തര തരര നനനന. ആ ഗ്ലൈഡും അത് അത്രയും ബ്രെത്ത് സപ്പോർട്ട് ഉണ്ടെങ്കിൽ അത് ആ രസത്തിൽ അതങ്ങ് പാടി വരാൻ പറ്റും. അടുത്ത പ്രാവശ്യം ഇനിയും അടിപൊളിയായിട്ട് പാടാൻ പറ്റും. Okay, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. ഓ ഈ ഉടുപ്പില്ലേ, ആ എനിക്ക് എന്നെ 4 വരെ പഠിപ്പിച്ച ഒരു ടീച്ചറുണ്ട്. ടീച്ചറിന്റെ പേര് പ്രിയെന്നാ. ആ ടീച്ചർ എനിക്ക് ടോപ്പ് സിംഗർ കിട്ടിയെന്ന് പറഞ്ഞപ്പം ഗിഫ്റ്റ് ആയിട്ട് തന്നതാ. അപ്പൊ ഇനിയും സമ്മാനങ്ങൾ കിട്ടട്ടെ. സമ്മാനങ്ങൾ അടിപൊളിയായി കിട്ടാൻ എന്ത് വേണം? പ്രാക്ടീസ് ചെയ്യാം. യെസ്, നന്നായി പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഹായ് കാർക്കുഴി, എന്തോ സാർ, നന്നായി പാടിയാ മോള്? കുഴപ്പമില്ലാന്ന് പാടി. ചെറിയ ചെറിയ കുഴപ്പങ്ങൾ ഇവര് പറഞ്ഞതൊക്കെ ഉള്ളൂ അല്ലേ? വളരെ കോൺഫിഡന്റ് ആയിട്ട് പാടി മോള്. താങ്ക് യു ഓക്കെ, സാർ. ആ സംസാരിക്കുന്ന ശബ്ദവും പാടുന്ന ശബ്ദവും ഒരേ ശബ്ദം. ആ ഒരു ഫുൾ ഓഫ് ഇന്നസെൻസ്, ഭയങ്കര ഒരു കുസൃതിയിൽ കൊണ്ടുവന്നാൽ ഈ പാട്ട് ഒന്നും കൂടി ലൈവ്ലിയായി. സുജു പാടുന്ന കേട്ടിട്ടില്ലേ, സുജാത? അവരുടെ പാട്ടിലൊരു ഭയങ്കര ഒരു നോട്ടിനെസ് ഉണ്ടാവും, കുറെ ഗിമ്മിക്സ് ഉണ്ടാവും അതിനകത്ത്. അപ്പൊ അതൊക്കെ ഒന്ന് പാട്ടിൽ കൊണ്ടുവന്നാൽ കുറച്ചും കൂടി ഭംഗിയാവും. താങ്ക് യു സാർ. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു സാർ. ദുർഗക്കുട്ടി, എന്തോ യു ആർ അവാർഡഡ് 97 out of 100. താങ്ക് യു ചേച്ചി. അപ്പൊ ദുർഗക്കുട്ട, നമുക്ക് അടുത്ത തവണ തകർക്കണം. ഓൾ ദ വെരി ബെസ്റ്റ് കേട്ടോ. താങ്ക് യു ബൈ. ബൈ ബൈ. ഉണിച്ചേട്ടാ, ഒരു ചോദ്യം. യെസ്, അനുനയ എന്ന് പറഞ്ഞാൽ ആരാണ്? അനുനയ. ആരാണ് ഇതിൽ വേണം ഉണ്ണിയങ്ങളുടെ ബ്രില്യൻസ് നമുക്ക് ഇവിടെ അറിയാൻ. ഉള്ള ഒരാളുടെ പേരാണ് അനുനയ, അതാരാണ്? മീനു. Yes! ഞാനാണ് അയാൾ. അതുണ്ടായിരുന്നില്ല, പിന്നെ മീനോട്ടി മീനോട്ടി എന്നൊക്കെ ആക്കിയതിനാ? അല്ല, ആക്കിയതല്ല. ആ. ഇപ്പോഴും അത് ആൾക്കാർ ആക്കി പറഞ്ഞാണ് അല്ല അല്ല അല്ല, ശരിക്കും പേര് അനുനയ അനൂപ് എന്നാണ്. വീട്ടിൽ വിളിക്കുന്ന പേരാണ് മീനാക്ഷി, മീനൂട്ടിന്ന്. ആ. ഇപ്പോഴും അങ്ങനെ തന്നെ. വല്ല ആവശ്യം ഉണ്ടായിരുന്നു, നല്ലൊരു പേരായിരുന്നു മീനാക്ഷി. മീനാക്ഷി അല്ലേ? ഓ. അത് അമ്മ ഇട്ട പേരാണ് മീനാക്ഷി. കൂടുതൽ വാചകമൊന്നും വേണ്ട. ആരാണ് പാടുന്നത്? വിളിച്ചു വരുത്തി അപമാനിക്കുന്നു ചോദിച്ചിട്ട്. പാടാൻ വരുന്നത് ഒരു സൂപ്പർ പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. നമ്മുടെ സാരംഗ് വിളിക്കാം. ലെറ്റ്സ് വെൽക്കം സാരംഗ് കുട്ടൻ ഓൺ സ്റ്റേജ്. സ്മാർട്ടായി വന്നേക്കുന്നു. പ്രാക്ടീസ് ഉണ്ടോ? പ്രാക്ടീസ് ആ ഓവറായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓ, ഏത് റൗണ്ടിലായിരുന്നു പെർഫോം ചെയ്യാൻ പോണേ? എവർഗ്രീൻ ഹിറ്റ്സ്. ആഹാ, ഏത് പാട്ടാ പാടുന്നേ? ഡീറ്റെയിൽസ്, മൂവി, ക്ലൂ. താളവട്ടം, യെസ്. പിന്നെ ലിറിക്സിസ്റ്റ് പൂവച്ചൽ ഖാദർ സർ, മ്യൂസിക് രഘുകുമാർ സർ ആൻഡ് രാജാമണി സർ. ഈ സിനിമയെ കുറിച്ച് ഒരുപാട് ഓർമ്മകളുണ്ട് എനിക്ക്. ഓ. ഞാൻ പൂജപ്പുരയാണ് താമസിക്കണേ, തിരുവനന്തപുരത്ത്. അപ്പോൾ തിരുമലയിൽ സൗമ്യ തിയേറ്റർ ഉണ്ട്, അവിടെ പോയാണ് ഇത് കാണുന്നത്. എൻ്റെ കൂടെ ഒരു സോമേട്ടൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ ഇടയ്ക്ക് ഞാൻ അദ്ദേഹത്തെ പിന്നെയും കണ്ടു. അന്നത്തെ കാലത്തൊക്കെ അദ്ദേഹം എപ്പോഴും കൂടെ ഉണ്ടാവാറുണ്ടായിരുന്നു.
ഇത് 1986 ഒക്ടോബറിലോ മറ്റോ ആണ് റിലീസ് ചെയ്തിട്ടുള്ളത്. ഈ താളവട്ടം എന്ന് പറയുന്നത് ലാലേട്ടൻ നിറഞ്ഞാടിയ ഒരു സിനിമയാണ്. അതുപോലെ പ്രിയദർശൻ ചേട്ടൻ അദ്ദേഹം ഇത് ക്യോങ്കി എന്നുള്ള പേരിൽ ഇന്ത്യയിൽ റീമേക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൽ വേറെയും സൂപ്പർ പാട്ടുകളുണ്ട്. എം ജി അണ്ണന്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, എനിക്ക് തോന്നുന്നത് ആദ്യത്തെ ഒരു വലിയ ബ്രേക്കാണ് ഈ താളവട്ടം എന്നുള്ള എം ജി അണ്ണന്റെ. അതിൽ നമുക്കിപ്പോഴും അറിയാം എന്ന് പാടി തന്നെ കൈയടി വെക്കും. അതാണ് ഈ പാട്ടുകളുടെ ഒരു വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇന്നത്തെ കാലത്തും എവിടെയും ഈ ഹമ്മിങ് പാടി കഴിഞ്ഞാൽ പൊൻവീണേ അത് ഭയങ്കര ഹിറ്റാണ് അല്ലേ. അതുപോലെ കളഭം ചാർത്തും അങ്ങനെ പല പാട്ടുകളും ഈ സിനിമയിലുണ്ട്. അപ്പൊ കലക്കണം കേട്ടോ രാജീവ. താങ്ക് യു സർ. എനിക്കും താളവട്ട മൂവിയിലെ ഫേവറേറ്റ് ആണ്. ഇവിടെ സംഗീതം അനുവദിക്കൂ, മനസ്സിൻ മന്ത്രങ്ങൾ സ്വീകരിക്കൂ, പറഞ്ഞിട്ടൊരു സാധനം. ഇവിടെ സംഗീതം അനുവദിച്ചിരിക്കുന്നു. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ആകാശം താഴുന്നു, നീഹാരം തൂവുന്നു, കതിരൊളികൾ പടരുന്നു, ഇരുളലകൾ അകലുന്നു, പുലർന്നു പുലർന്നു തെളിഞ്ഞു തെളിഞ്ഞു ചുവന്നു തൊടുത്ത മാനം നോക്കി കൂട്ടിൽ നിന്നും മേട്ടിൽ വന്ന പൈങ്കിളിയല്ലേ, തൂവെളിച്ചം കോരി നിൽക്കും പൂക്കണിയല്ലേ.
താങ്ക് യു. സാരംഗൻ ഓ വളരെ നന്നായിട്ടോ. താങ്ക് യു സാർ. വളരെ 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 നന്നായോ. സാരംഗന്റെ നമ്മൾ പ്രതീക്ഷിക്കുന്ന എന്താ? ഇതാണോ 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 ഇതാണ്. ആ അത് വേണം കേട്ടോ. ഇന്ന് പാടിയതിൽ ഒരുപാട് നല്ല 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 ഭാവങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മള് പൂന്തോട്ടക്കാരാണ്, നിങ്ങളാണ് പൂക്കൾ. അപ്പൊ അതാണ് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരിക വളരാനായിട്ട്. അപ്പൊ വളരെ 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 നന്നായി പറ്റൂ. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതിലെന്താ വെച്ചാ കുറച്ച് സജഷൻസ് പറയാം. ഇപ്പൊ ബിഗിനിങ്ങിലുള്ള ഞാൻ എവിടെ സ്ട്രെസ് ചെയ്യുന്ന, എവിടെയാണ് ആക്സെന്റ് കൊടുക്കുന്ന? രണ്ടാമത്തെ അക്ഷരത്തില് അല്ലേ? ഞാൻ ഇപ്പൊ എക്സാജറേറ്റഡ് ആയിട്ട് കാണിക്കുകയാണ്. അപ്പോ കൂട്ടിൽ നിന്നും മേട്ടിൽ വന്ന പൈങ്കിളിയല്ലേ, അങ്ങനെ പാടോ? കൂട്ടിൽ നിന്നും മേട്ടിൽ വന്ന പൈങ്കിളിയല്ലേ. ഇപ്പൊ കൈയാണ് കൂടുതൽ സ്ട്രെസ് ചെയ്യുന്നത്. കൂട്ടിൽ നിന്നും മേട്ടിൽ വന്ന പൈങ്കിളിയല്ലേ. ആ വെളിച്ചം കോരി നിൽക്കും പൂക്കണിയല്ലേ. ഈ ഡൈനാമിക്സ് എന്ന് പറയുന്നത് എന്താണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതായത് ഡൈനാമിക്സ് എന്ന് പറയുന്നത് ഇങ്ങനെ നമ്മുടെ വോളിയൂംസ് ഇങ്ങനെ മേലോട്ടും താഴോട്ടും ഇങ്ങനെ നമ്മൾ തന്നെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്നതിനാണ് ഡൈനാമിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഡൈനാമിക്സ് സാരംഗിന് സൂപ്പറായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് അങ്കിൾ ഇത് പറയുന്നത്. ഇത് കഴിഞ്ഞിട്ട് അടുത്തൊരു മെലഡിയാണ്. ആകാശം താഴുന്നു ഇല്ലേ, ആ സ്വരങ്ങൾ ഭയങ്കര ബ്യൂട്ടിഫുൾ അല്ലേ? അത് ഞാൻ സ്ലോവർ ആയിട്ട് പാടും. ആകാശം താഴുന്നു അത് മെലോഡിയസ് ആയിട്ട് പാടണം. കമോൺ. ആകാശം താഴുന്നു നീഹാരം തൂവുന്നു കതിരുളികൾ. അതേ ശബ്ദത്തിലല്ല കതിരുള്ളികൾ പാടുക. കതിരുള്ളികളിൽ നിന്നാണ് നമ്മളൊരു ഫ്ലൈറ്റിൽ പോകേണ്ടത്. നമ്മൾ പറക്കുകയാണ്. അവിടെ എന്താ ആ ഫ്ലൈറ്റ് ആണെന്ന് മ്യൂസിക് കമ്പോസർ കാണിക്കുന്നുണ്ട്. അവിടെ നിന്ന് വയലിൻസും ജോയിൻ ചെയ്യും അല്ലേ? അപ്പൊ നമുക്ക് അതുവരെ ഇല്ലാത്ത ഒരു ആകാശത്തിലൂടെ നമ്മൾ ഇങ്ങനെ പറന്ന് പറന്ന് പോകണം. പിന്നെ അത് കഴിഞ്ഞിട്ട് അത് ഓരോ വാക്കിന്റെയും ആദ്യത്തെ അക്ഷരം ഒന്ന് സ്ട്രെസ് ചെയ്യണം. പുലർന്നു പുലർന്നു തെളിഞ്ഞു തെളിഞ്ഞു ചുവന്നു തൊടുത്ത മാനം നോക്കി. അവിടെ മാനം നോക്കി അതിന് 4 സ്ട്രെസ് കൊടുക്കണം. പുലർന്നു പുലർന്നു തെളിഞ്ഞു തെളിഞ്ഞു ചുവന്നു തൊടുത്ത മാനം നോക്കി. അത് തന്നെ, അങ്ങനെ വരണം. അപ്പൊ ഇത്രയും ചേർത്ത് ഇപ്പൊ അങ്കിൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടെ ചേർത്ത് ആ പല്ലവി വിത്ത് ഫുൾ ഓർക്കസ്ട്ര ഒന്ന് കേൾക്കട്ടെ. കൂട്ടിൽ നിന്നും മേട്ടിൽ വന്ന പൈങ്കിളിയല്ലേ. തൂവെളിച്ചം കോരി നിൽക്കും പൂക്കണിയല്ലേ. ആകാശം താഴുന്നു നീഹാരം തൂവുന്നു കതിരുളികൾ പടരുന്നു ഇരുളലകൾ അകലുന്നു. പുലർന്നു പുലർന്നു തെളിഞ്ഞു തെളിഞ്ഞു ചുവന്നു തൊടുത്ത മാനം നോക്കി. കൂട്ടിൽ നിന്നും മേട്ടിൽ വന്ന പൈങ്കിളിയല്ലേ. തൂവെളിച്ചം കോരി നിൽക്കും പൂക്കണിയല്ലേ. വെരി നൈസ്, വെരി വെരി നൈസ്. ഇങ്ങനെയാണ് മ്യൂസിക് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് എല്ലാം ഒരുപോലെ ഒഴുകിക്കൊണ്ടിരുന്ന അത് ശരിയാവില്ല. മലയാളത്തിൽ പറയുകയാണെങ്കിൽ നിമ്നോന്നതം എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഏറ്റക്കുറിച്ചിലുകൾ വന്ന് 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 പോകണം. അപ്പോഴേ അത് മ്യൂസിക് ആവുള്ളൂ. പക്ഷെ എന്നാലും സാരംഗൻ അസാധ്യമായ ഒരു ടാലൻ്റാണ്. അസാധ്യം എന്ന് പറഞ്ഞാൽ അസാധ്യമാണ്. അപ്പോൾ സാരംഗൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് അങ്കിൾ ഇതൊക്കെ പറയുന്നത്. മിടുക്കനാണ്. സാരംകുട്ടാ നന്നായി പാടി കേട്ടോ. താങ്ക് യു സർ. നല്ല രസമുണ്ടായിരുന്നു. കുഴപ്പമില്ല. താങ്ക് യു മാം. നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. സാരംഗിന് ഭയങ്കര ഒരു നല്ല സ്ട്രെങ്ത് ഉള്ള ഒരു വോയിസ് ഉണ്ട്. നല്ല ബ്യൂട്ടിഫുൾ വോയിസ് ഉണ്ട്. അതേസമയം ഭയങ്കര കോൺഫിഡൻസ് തോന്നിക്കുന്ന ഒരു വോയിസ് ഉണ്ട്. അപ്പോൾ ആ വോയിസ് നമ്മൾ ചെറുങ്ങനെ ടീം ചെയ്യാൻ പഠിക്കണം. ചെറുങ്ങനെ ടീം ചെയ്യാൻ പഠിച്ചാലേ നമുക്ക് വേണ്ട കുറച്ച് ഡൈനാമിക്സും കാര്യങ്ങളൊക്കെ അതിലോട്ടേക്ക് വരുള്ളൂ. ഓക്കെ, അപ്പോൾ ആ വോയിസ് ട്രെയിനിങ് നമുക്ക് ഇവിടുന്ന് അടിപൊളിയായിട്ട് ചെയ്തിട്ട് പോകണം. അത് ഓരോ പാട്ടുകൾ പഠിക്കുമ്പോൾ മെല്ലെ 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 നമുക്ക് ശരിയായിട്ട് വരും. പിന്നെ എനിക്ക് ഇതൊക്കെ പാടിയത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ.
ഇരുളലകൾ പാടിത്തരോ ഒന്നും കൂടെ? ഇരുളലകൾ പെർഫെക്റ്റ്. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് ഓരോ പ്രാവശ്യം പാടിയപ്പോഴും സാരംഗ് അത് അടിപൊളിയായിട്ട് തന്നെ അത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് അതുപോലെ അനുപല്ലവിയിലും ചരണത്തിലും ഒരേ സ്ഥലത്ത് 2 പ്രാവശ്യം വെള്ളി വീണു. നമുക്ക് ശ്രദ്ധിച്ചോ? എവിടെയായിരുന്നു? പൊന്നിൻ മുകിൽ തരും ഇളം നിറം വാരിച്ചോടി, പൊന്നിൻ മുകിൽ തരും ഇളം നിറം വാരിച്ചൂടി, മഞ്ഞിൻ തുകിൽ പടം ഇടും സുമതടങ്ങൾ പോകി. ഓൾമോസ്റ്റ് ദർ. അത് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. സാരംഗിന് ഇനിയും അടിപൊളിയായി പെർഫോം ചെയ്യാൻ പറ്റുമെന്ന് എന്റെ മനസ്സ് പറയുന്നു. യു ക്യാൻ ഡു മച്ച് ബെറ്റർ. ഇതിപ്പോ മോശമെന്നല്ല, നല്ല അടിപൊളിയായിട്ട് പാടി. ഫോർ യുവർ ഏജ് എത്ര വയസ്സായി ഇപ്പം? 14 വയസ്സിൽ ഇങ്ങനെ പാടുന്നത് സിമ്പിൾ കാര്യമേ അല്ല. ഓക്കെ, അടിപൊളിയായിട്ട് പാടുന്നുണ്ട്. നമുക്ക് അടുത്ത പ്രാവശ്യം പക്ഷെ ഇതിനേക്കാളും ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. സാരംഗ് നമസ്കാരം. നമസ്കാരം സർ. ഗംഭീരായിട്ട് പാടി കേട്ടോ. താങ്ക് യു. എന്താ ത്രൂ വോയിസ്. എനിക്ക് തോന്നിയത് ഈ ഒരു പിച്ച് മോന് കുറച്ചൊരു ഹൈ ആന്ന് തോന്നി. പക്ഷേ കൂട്ടിൽ നിന്നും കുറച്ച് ബേസ് ആയി പോയി സർ. താഴെ അതുകൊണ്ടാ പറഞ്ഞേ. ആ കറക്റ്റ് പിച്ച് കിട്ടിക്കഴിഞ്ഞാൽ തകർക്കും സാരംഗ്. ആ ഒരു ഫ്ലോ നന്നായിരുന്നു. നല്ലൊരു എഫേർട്ട്ലെസ് ആയിട്ട് പാടുന്നുണ്ട് മോൻ. പക്ഷെ കുറച്ചും കൂടി ഒരു എഫേർട്ട് എടുക്കേണ്ടി വന്നു അല്ലേ? അതെ അതെ. ഹൈ പിച്ചിൽ കുറച്ചും കൂടി നല്ല പുഷ് ചെയ്ത് പാടേണ്ടി വന്നു. പക്ഷെ ഇതൊക്കെ ആണെങ്കിലും കൂടിയിട്ട് ആ ടോട്ടലി ആ സോങ് നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്തു. യെസ്, ഗംഭീരമായിട്ട് പാടി. 1-2 സ്ഥലത്ത് വെള്ളി വന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അത് സാരമില്ല. അതൊക്കെ വരും. കാരണം അവനവന്റെ റേഞ്ചിന് അപ്പുറത്തേക്ക് പാടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അതൊക്കെ സംഭവിക്കും. അതൊന്നും സാരില്ല. ഇനി ഓരോ സ്റ്റേജ് കഴിയുമ്പോഴേക്കും മോൻ ഒരു ഉഗ്രൻ സിംഗർ ആയിട്ട് വരും. താങ്ക് യു സർ. ഓൾ ദി ബെസ്റ്റ്. ഗുഡ് ലക്ക്. സാരംഗ് കുമാറിന് ഇന്ന് 98/100. താങ്ക് യു സർ. ഉഗ്ര മാർക്കല്ലേ? അതെ കിടിലൻ മാർക്കാണ്. അതെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ടാറ്റാ. ബൈ ബൈ. ബൈ ബൈ. ആര്യ ചേച്ചി, യെസ്. ഇനി നമ്മുടെ ചെന്നൈ പൊണ്ണ് അമ്പത്തൂർ സുന്ദരി വരാൻ പോവാണ്. റൈക്ക കുട്ടിയാണ് ദേവരാജൻ മാസ്റ്റർ ഹിറ്റ്സിൽ പാടാനെത്തുന്നത്. ലെറ്റ്സ് വെൽക്കം റൈക്ക കുട്ടി ഓൺ സ്റ്റേജ്. ചുമ്മാ റൈക്ക എന്ന് പറഞ്ഞ പോലെ റൈക്ക. ഓയ്യോ, ഹായ്. நம்ம ரைக்கா பொண்ணு நூறுணி பொண்ணு. நூறுணி பொண்ணு. எப்படி இருக்கு ரேக்கா? சூப்பர். நீங்க எப்படி இருக்க? நானும் சூப்பரா இருக்குடா. வெரி நைஸ். தேங்க் யூ. பின்னியாண்டி எப்படி இருக்கு? சூப்பரா இருக்கா. அவர் என்ன சொல்றது? அவர் வந்து ஒன்னும் சொல்லலை. நன்னா பாடு நன்னா பிராக்டிஸ் பண்ணுன்னு தான் சொல்லிட்டு இருக்கா. இப்ப வந்து ஃப்ளவர்ஸோட மியூசிக்கல் வைஃப்ல அவர் ஜட்ஜா இருக்கு. ஆமாம். ஔசேபஜன் சார் இங்கே வந்திருந்தது. அவர் சொன்னது வந்து பின்னி வந்து ரொம்ப ஒரு மாஸ்டர் அந்த மாதிரி. ஆமாம். அந்த மாதிரி ஒரு குரு இருக்குல்ல, அதுதானே பாக்கியம். ஆமாம், பயங்கர பாக்கியம். நீ பாடுனது கேட்டாச்சா அவரு? என்ன சொன்னாங்க? நன்னா பாடுறாய், பட் இன்னும் இம்ப்ரூவ் பண்றதுக்கு நிறைய இருக்கு. ജഡ്ജസ്ல இருந்து കേട്ട് നന്നാ ഇംപ്രൂവ് പണിക്കോന്ന്. സബാഷ്. എന്താ പാടാൻ പോന്നേന്ന്? 7 സുന്ദര രാത്രികൾ. ആഹാ. அதுக்கு முன்னாடி எம்ஜே அங்கிள் அப்பா வந்து நெக்ஸ்ட் எபிசோட்ல gift தரேன்னு சொல்லியிருந்தால. ஆமா. எங்கன்னு கேளுங்கோ. எம்ஜே அங்கிள்ட்ட தான் இருக்கு, கேட்டுக்கோ. அப்படியா? ஆல்ரெடி கொடுத்தாச்சு. அப்படியா? கிடைச்ச gift எல்லாம் ரொம்ப ரேரா ஒரு gift அது. ஓகே. தாங்கோ. நான் வந்து பாலக்காடு போய் அதை எடுத்துட்டு வந்தேன். എന്തായിരിക്കും? இப்போ gift கிடைச்சுன்னா வந்து பாட்டு பாடும்போது ரொம்ப இன்ஸ்பயர்டா பாடும் இல்லையா? அந்த மாதிரி தானா? ஆமா அப்படி. வரட்டுமா? கொடுக்கட்டுமா? கொடுக்கு. ரெடியா? ரெடி. காற்றாவான் மழையாவான் வெயிலாவான் கடலாவான் மழவில்லின் கதிராய் மாறான் நெஞ்சில் மோகம். புழையாவான் கடலாவான் திரையாவான் கரையாவான் காட்டெருவி குഞ്ഞായി மாறான் உள்ளில் மோகம். എന്ത് തുറന്നു നോക്കട്ടെ നമുക്ക്? ഇതെന്തത്? ഇതിന് എനക്കും പാക്കണോ? ഭയങ്കര ഒരു വലിയ കഥയുണ്ട് ഈ ഗിഫ്റ്റില്. ഇല്ല, എന്നത് 42 വർഷമായി
ഈ ടോയ് മേടിച്ച്. 42 இது வந்து என்னோட தாத்தா வந்து என்னோட மாமாக்கு வாங்கி கொடுத்தா. அப்போ என்னோட மாமா கழிச்சா, அதுக்கப்புறம் என்னோட அம்மா கழிச்சா இந்த டாய்ல. அதுக்கப்புறம் என்னோட நேத்துக்கு சொன்னேன் இல்லையா ரக்ஷித், என்னோட அண்ணா கழிச்சா. அதுக்கப்புறம் நான் കളിച്ചേൻ. ഇപ്പൊ എന്നോട് തങ്കയും കളിച്ചിട്ടിരിക്കാം. അതുകൊണ്ടാണ് ഞാൻ പാലക്കാട് പോയി ഇത് പൊക്കിക്കൊണ്ടുവന്നത്. എനിക്ക് വഴി പോലും അറിഞ്ഞൂടാ. ഞാൻ ഇങ്ങനെ ചോദിച്ചു പോയി അവിടെ എത്തി. എന്നോട് താത്ത തിട്ടില്ലയാ? താത്ത അവര് சொன்னது ஓகே உங்களுக்கு வேணுமா கொடுக்காதுன்னு எனக்கு தரமாட்டேன்னு. அப்போ நான் வந்து சொன்னது இது வந்து யாருக்குன்னு தெரியுமா? ரைக்கா. அப்பதான் அவரு சொன்னது ஓகே எடுத்துட்டு போங்க. அந்த மாதிரி தான் இது எடுத்துட்டு வந்தது. இவ வந்து எல்லாத்தையுமே எடுத்த இடத்துல வைப்பா. பயங்கர ஆர்கனைஸ்டா இருப்பா. ஆனா எனக்கு அந்த ஆர்கனைசேஷன் ஒன்னும் வராது. I'm really a messy person. Really messy person. Really a messy person. அதனால It is great to be Messi. Why? Messi, the football player. I'm a Messi fan also. Okay. Me too. റൈക്ക, Okay. ഇതെങ്ങനെ കളിക്കാം? ഭയങ്കര ബോറായിട്ടുണ്ട് പക്ഷെ അപ്പൊ ഞാൻ പാലക്കാട് പോയി എടുത്തോണ്ട് വന്നു. പക്ഷെ അപ്പൊ ഞാൻ എന്തുകൊണ്ടാ ഇത് കളിച്ചതെന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞുതരാം. ഇവിടെ കണ്ടോ കുറെ പടങ്ങളുണ്ട് ഇവിടെ. ശരി. അത് നമ്മളിങ്ങനെ തിരിക്കുകയാണെങ്കിൽ അത് മാറി മാറി ഒരു കഥ പോലെ ഉണ്ട് ഇതിന്റെ ഉള്ളില്. ശരി. പിന്നെ ഇത് നമുക്ക് ഇങ്ങനെ മാറ്റാം. പിന്നെ ഇതിങ്ങനെ കറക്കാം. അപ്പൊ ഒരു ഹാലൂസിനേഷൻ എഫക്ട് നമുക്ക് തോന്നും. പിന്നെ ഇവിടെ ഇങ്ങനെ കറക്കാം. ഒരു ബോൾ ഉണ്ട്. ഇവിടെ നമുക്ക് ഇങ്ങനെ കറക്കാം. പിന്നെ ഇവിടെ ഒരു പീപ്പ അടിക്കുന്ന സാധനം ഉണ്ട്. റൈക്ക, അതെ நாங்க வரட்டுமா? வாங்க வாங்க. என்னோட தாத்தா எனக்கு வந்து இப்படி தந்து இப்படி எடுத்துடுவா இந்த டாய். அதனால தான் எப்பவும் மெயின்டைன் பண்ணிட்டு இருக்கா. നോക്ക് ഇത് കണ്ടോ 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 ഞാൻ കാണിച്ചു തരാമേ. കണ്ടോ ഇങ്ങനെ മാറും. പിന്നെ ഇതും മാറും. കണ്ടോ ആമയും മുയലും. ആമ ജയിക്കും. അതെ. അത് അമർത്തണം. ഒരൊറ്റ ഇത് 42 വർഷം മുന്നേയുള്ള അത്രയും പ്രഷ്യസ് ആയിട്ടുള്ള സാധനമാണ്. ആ സമയത്ത് ഇതിന് എത്ര പൈസ വന്നു എന്നറിയോ ചേട്ടാ? ഇത് അവളുടെ അമ്മാവന് ആരോ ഗിഫ്റ്റ് ചെയ്ത US ന്ന്. അപ്പൊ അത് അവള് പറഞ്ഞ പോലെ അവളുടെ മുത്തശ്ശൻ കൊടുത്ത 5 മിനിറ്റിൽ എടുത്തു വെക്കും കേടുവരുന്ന് പറഞ്ഞിട്ട്. കളിച്ചിട്ടില്ല സത്യമായിട്ട്. അതാണ് സത്യം. ഞാനൊരു അവളുടെ അടുത്ത് പറഞ്ഞ പോലെ ഞാൻ വേറെ 2 ഗിഫ്റ്റും അവൾ ഇഷ്ടപ്പെട്ടത് കൊണ്ടുവന്നിട്ടുണ്ട്. അത് സാറോ അല്ലെങ്കിൽ സാറ് തന്നെ കൊടുക്കണമെന്ന് ഞാൻ ഗിഫ്റ്റുകളുടെ ഒരു കൂമ്പാരാണ്. അതെ. തുറക്കാം നമുക്ക്. തുറക്ക്. ഇത് ജ്വൽസ് ഒക്കെ ഇട്ട് ഓ വെക്കാം അല്ലേ? അതിനകത്തുണ്ട്. ജിമിക്കി യെസ്. ജിമിക്കുണ്ട്. ഫേവറേറ്റാ ജിമിക്കി. ഞാൻ 50 pairs of ജിമിക്കാസ് എന്നോട് അതിലിருக்கு. വെച്ചിട്ടുണ്ടോ അത്രയും? ഇനിയും ഉണ്ട് ഒരു ഗിഫ്റ്റ് കേട്ടോ. ചോക്കർ ഇനിയുണ്ട് ഒന്നുകൂടി. ഇത് എന്നാണ് കറക്റ്റാ சொல்ல முடியுமா? தெரியாது. It's a book. Okay. Let's see what it is. மகாபாரதம். எனக்கு இந்த மித்தாலஜினா ரொம்ப பிடிக்கும். அதுதான் இது வாங்கியிருக்கு. നന്നാ ഇருக்கு. അപ്പൊ ഇനി പാടാം. ഹാപ്പി അല്ലേ? ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. God bless. Thank you. So வந்து அந்த சாங்ல 7 beautiful nights இல்லையா? அது நல்லா பாடணும். Okay. ரொம்ப நல்லா பாடணும். ഡീറ്റെയിൽസ്. മൂവി അശ്വമേധം. കമ്പോസർ ദേവരാജൻ മാസ്റ്റർ. ലിറിക്സ് വയലാർ രാമവർമ്മ സാർ. പാടിയത് പി സുശീലമ്മ. எல்லாமே கரெக்ட். Thank you. ഓക്കെ റൈക്ക കുട്ടി, ഓൾ ദ ബെസ്റ്റ്. Thank you. ഏകാന്ത സുന്ദര രാത്രികൾ
മാത്രമെനിക്കു തരൂ. ഈ പൂ ഇത്തിരി പൂ പകരമി പൂവു തരാ. ഏഴു സുന്ദര രാത്രികൾ, ഏകാന്ത സുന്ദര രാത്രികൾ, വികാര തരളിത ഗാത്രികൾ, വിവാഹ പൂർവ രാത്രികൾ, ഇനി ഏഴു സുന്ദര രാത്രികൾ. വാസര സ്വപ്നം ചിറകുകൾ നൽകിയ വസന്തദൂതികളെ, വിരുന്നുകാരികളെ. വാസര സ്വപ്നം ചിറകുകൾ നൽകിയ വസന്തദൂതികളെ, വിരുന്നുകാരികളെ. നിങ്ങളുടെ സ്വർണ്ണ തളികയിൽ നിന്നൊരു സംഗമദീപമെനിക്കു തരൂ. നിങ്ങളുടെ സ്വർണ്ണ തളികയിൽ നിന്നൊരു സംഗമദീപമെനിക്കു തരൂ. ഈ പൂ ഇത്തിരി പൂ പകരമി പൂവു തരാ. ഏഴു സുന്ദര രാത്രികൾ, ഏകാന്ത സുന്ദര രാത്രികൾ, വികാര തരളിത ഗാത്രികൾ, വിവാഹ പൂർവ രാത്രികൾ, ഇനി ഏഴു സുന്ദര രാത്രികൾ. ரைக்கா சொல்லுங்க. என்ன பியூட்டியா இருந்தது தெரியுமா? அந்த பேக்ட்ராப்ல வந்து ஆ. இன்னைக்கு வந்து அது பாடும்போது ஆ. ஆஹா அந்த வாய்ஸ் ரொம்ப 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 அழகா இருந்தது. தேங்க்யூ. கண்ணு ரொம்ப அழகா, ரெக்க ரொம்ப அழகா, ரைக்க ரொம்ப அழகா. ஊ லா லா லா. ஆ, அது. லலலா, லலலலலலலலலலா. അതാണ് ஆ. அப்போ லாலான்னு வந்து நம்ம திரும்பி எங்க போவோம்? ഏഴു സുന്ദര 7 nights. സെവൻ ബ്യൂട്ടിഫുൾ നൈറ്റ്സില് മോള് പാടിയത് കുറെ ഭാഗങ്ങളൊക്കെ വളരെ നന്നായിരുന്നു കേട്ടോ. தேங்க்யூ. There were sparks of brilliance. தேங்க்யூ. Sparks here and there. மின்மினி பூச்சி. ஓ, அப்படிதான் சொல்லுவாங்களா அந்த பூச்சி தமிழ்ல? ஃப்ளை பண்ணும்போது என்ன லைட் வரும். ஆ இடையில வந்து நல்ல லைட் வரும் അല്ലേ? ആ. അപ്പൊ റൂട്ടിൽ എന്താ മിന്നി എനിക്ക് ரொம்ப പിടിച്ചത്. தேங்க்யூ. ഞാൻ കഷ്ടപ്പെട്ടാണ് തമിഴ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാലും പലരും ശ്രമിച്ചു നോക്കട്ടെ. நிறைய ஹிட் சாங்ஸ் பண்ணதெல்லாம் சென்னையில தான் பண்ணியிருக்காரு. എന്നിട്ടും തമിഴ് അറിയില്ല. ചെന്നൈ தான் വളർത്തമ്മ. அதான் சாரமில்லை. கொஞ்சம் கொஞ்சம் தான் தெரியும். தரமில்லை. സരമില്ലേ? ആ. அந்த அனுபலவில மராள கன்னிகளே மனோகராங்கிகளே அது கொஞ்சம் பாடு. മാനസ സരസിൽ പറന്നിറങ്ങിയ മരാള കന്യകളെ, മനോഹര അത്രയുണ്ട്. അത് വരണം, അത് സ്പീഡില് വരണം. ആഹാ. മരാള കന്യകളെ. அது வந்து கொஞ்சம் ஸ்லிப் ஆகுது. ஓகே, அது பிராக்டிஸ் பண்ணி கரெக்ட் ஆக்கணும், ரெடி ஆக்கலாம். ரெடி ஆக்கணும். ம். அதுக்கப்புறம் ஈ பூ வந்து ரொம்ப நல்லா இருந்தது. தேங்க்யூ. அந்த ஃபர்ஸ்ட் பூ வந்து ரொம்ப நல்லா இருந்தது. தேங்க்யூ. செகண்ட் பூ வந்து என்னமோ ஏதோ வாடி தெரியுது. போயிடுச்சு വാടി கொஞ்சம். പോയിടുച്ചു കൊഞ്ചം. ആമാ. கொஞ்சம் மாடி போச்சு. அந்த பூ கொஞ்சம் பாடுங்க. ഈ പൂ ആ. ഇത്തിരി പൂ പകരമി. പകരമി പൂവു തരാ. அப்ப பகரம் இந்த அப்ளாஸ் கொடுக்கலாம். അഴകാ പാടിടാ.
താങ്ക് യു. നല്ല നല്ല രസമുള്ള ആക്സെന്റ് കേട്ടോ. നല്ല ഭംഗിയുള്ള തമിഴ് വരാ. നല്ല കൊഞ്ചി റൈക്കക്കുട്ടീനെ പോലെ സുന്ദരിയായ തമിഴ് വരുന്നു. താങ്ക് യു. MJ സാർ சொன்ன அந்த சேம் மிஸ்டேக்ஸ் தான். പക്ഷെ അതൊക്കെ കുഞ്ഞു മിസ്റ്റേക്സ്. ആനാ അതന്നെ റെഡിയാക്കി തരുവേണ്ട. கான்ஃபிடன்ஸ் அதான் அது எனக்கு பிடிக்கும். ஓகே, ரொம்ப நல்லா இருந்தது. தேங்க் யூ. இது வந்து ஒரிஜினலி சுசீலாமா பாடின பாடல். ஆமா, இந்த சுசீலாமா வாய்ஸ்ல என்னன்னா இந்த சின்ன சங்கதிகள் இருக்கு, நுறுங்கு சங்கதிகள். அந்த சங்கதிகள் வந்து அவருக்கே தெரியாது அது எப்படி வருது. அந்த மாதிரி மேஜிக்கல் சங்கதிஸ் அவரோட குரல்ல. ஸோ அந்த இது பாடுறது ரொம்ப கஷ்டம். ஆன் ஸ்டேஜ் பாடுறது ரொம்ப கஷ்டம். ஆ. ஆனா அது மேக்ஸிமம் நீ ட்ரை பண்ணிருக்கேன். ம். பட் சின்ன ஸ்லிப்ஸ் வந்திருக்கு. ஓகே. பாப்பியா நெக்ஸ்ட் ரவுண்டில் எல்லாம்? பாப்பேன். அதர்வைஸ் இட் வாஸ் பியூட்டிஃபுல். யூ ஆர் லுக்கிங் கிரேட் தேங்க் யூ. and you are sounding great. தேங்க் யூ. Good luck. Best wishes. റൈക്കക്കുട്ടി മാർക്ക് വേണ്ടേ? மார்க் வேணும். அப்ப உங்களுக்கு ம். இன்னைக்கு இன்னைக்கு மார்க் வந்து இன்னைக்கு மார்க் வந்து 97.5. 97.5 out of 100. ഹാപ്പി അല്ലേ? ഹാപ്പി. ജഡ്ജസും ഭയങ്കര ഹാപ്പിയാണ്. തമിഴൊക്കെ സംസാരിച്ച് ഓണായിരിക്കാണ്. ഇനി ഗിഫ്റ്റ് ഒക്കെ കിട്ടി, നല്ല മാർക്ക് കിട്ടി, നല്ലോണം പാടി. അപ്പൊ ഓൾ ദ വെരി ബെസ്റ്റ് കേട്ടോ. தேங்க் யூ. ഈ ഗിഫ്റ്റ് ഒക്കെ പാവം പോയി പാലക്കാട് നിന്ന് കൊണ്ടുവന്നതാ. ഓക്കെ, ஒரு தேங்க்ஸ் கூட சொல்லல. தேங்க் யூ. மிண்ட மாட்டேன். மிண்ட மாட்டேன். வேண்டாம். അത് ദുരന്തമായി പോയി. കാന്ന് പറഞ്ഞാൽ ബൈ. ബൈ. ആര്യ ഉള്ളതുകൊണ്ട് കണ്ണൂരിൽ നിന്ന് ഒരുപാട് സിംഗേഴ്സ്. അതെ, കണ്ണൂരിൽ നിന്ന് നമുക്ക് ഒത്തിരി പേരാണ്. സ്പെഷ്യൽ ആയിട്ട് ആര്യ ചേച്ചിക്ക് വേണ്ടി മാത്രം നമ്മൾ ഇറക്കുമതി ചെയ്തിരിക്കുന്നത്. എന്തെന്നാപ്പായത്. കുറച്ചധികം എന്താ നമ്മൾ പറയാ, പടയാളികൾ. ഒരുപാട് പടയാളികൾ ഇവിടെ ഉണ്ട്, കണ്ണൂരിൽ നിന്ന് വരുന്ന ആൾക്കാര്. അങ്ങനെ ഒരാളാണ് വരാൻ പോകുന്നത്, നമ്മുടെ ദിയക്കുട്ടിയാണ്. വിളിക്കാം. വെൽക്കം ദിയ മോൾ ഓൺ സ്റ്റേജ്. മെലഡി റൗണ്ടിലാ പെർഫോം ചെയ്യുന്നത് കേട്ടോ. ഹായ്. ഓടി വായോ ദിയക്കുട്ടി. സുഖാണോ? സുഖാണ്. ദിയൂസ്. എന്തോ മക്കൾസ്. എന്തോ എന്താണ് വിശേഷം? വിശേഷം ഇവിടുത്തെ വിശേഷമല്ല, കണ്ണൂരിലെ വിശേഷം. കണ്ണൂരിൽ എന്റെ സ്കൂളില് എന്റെ ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയുണ്ട്. അവളുടെ പേര് ഹരിനന്ദ എന്നാണേ. അപ്പൊ എനിക്ക് ടോപ്പ് സിംഗറിൽ കിട്ടിയതിന് ശേഷം സ്കൂളിൽ പോകാൻ പറ്റിയില്ലല്ലോ. അപ്പൊ നോട്ട്സ് ഒരു വട്ടം ഞാൻ അവളോട് അയച്ചു തരാൻ പറഞ്ഞു. പക്ഷേ അവൾ എനിക്ക് ക്ലാസ്സിലെടുത്ത എല്ലാ നോട്ട്സും എല്ലാ ദിവസവും എനിക്ക് അയച്ചു തരും. വെരി ഗുഡ്. ഓ, ഒറ്റ പ്രാവശ്യം പറഞ്ഞു. ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞുള്ളൂ. അപ്പൊ ഞാന് ബുദ്ധിമുട്ടായോന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, ഇല്ല അങ്ങനെയൊന്നും ഇല്ല, നീ നന്നായിട്ട് പാടിയാൽ മാത്രം മതി എന്ന് പറഞ്ഞു. അതാണ് ട്രൂ ഫ്രണ്ട് അല്ലേ? അയ്യോ, എനിക്കും ഒരു ഫ്രണ്ട് ഉണ്ട്, അഞ്ജന. അപ്പൊ ഞാൻ ഈ കലോത്സവത്തിന് ഒരു ജൂലൈ മുതൽ അങ്ങോട്ട് ക്ലാസ്സിൽ ഇരിക്കില്ലല്ലോ. ഓരോ ഐറ്റം എന്ന് പറഞ്ഞിട്ട് പ്രാക്ടീസ് എന്ന് പറഞ്ഞ് ഇറങ്ങും. അപ്പൊ എന്റെ സകല നോട്ട്സും അഞ്ജനയാണ് എഴുതുന്നത്. എനിക്ക് തോന്നുന്നു 8 മുതൽ ഒരു +2 വരെ എന്റെ എല്ലാ അവളാണ് നോട്ട്സ് എഴുതിക്കൊണ്ട് എല്ലാ സബ്ജക്റ്റും. അപ്പൊ ഇന്ന് ഇത് ചെയ്യുന്നതിന് ഹരിനന്ദനയ്ക്ക് ഒരു ഹായ്. ഹായ്. പണ്ട് അത് ചെയ്തതിന് അഞ്ജനയ്ക്ക് ഒരു ഹായ്. അപ്പൊ ഏതാണ് പാട്ട്? നീമുകില്. ആഹാ, ഹായ്. വാട്ട് എ സോങ്. ഭയങ്കര ഇഷ്ടമാണോ ആ പാട്ട്? ഭയങ്കര ഇഷ്ടാ. അപ്പൊ തകർക്കും ഇന്ന് അല്ലേ? അതെ. ഗുഡ്. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു. ഡീറ്റെയിൽസ് ഓഫ് ഇന്ത്യ. ഫിലിം ഉയരെ പാടിയത് സിത്താര മാമും വിജയ് സാറും. പിന്നെ മ്യൂസിക് ഗോപി സുന്ദർ സാർ. യെസ്. പിന്നെ ലിറിസിസ്റ്റ് റഫീഖ് അഹമ്മദ്. റഫീഖ് അഹമ്മദ് സാർ. പെട്ടെന്ന് മറന്നുപോയാ? പിന്നെ വർഷം 2019. ഗുഡ്. ബ്യൂട്ടിഫുൾ. എൻ്റെ ഫേവറേറ്റ് സിംഗേഴ്സിൽ ഒരാളാണ് സിത്തുമ. സിത്തുമയുടെ കൂടെ ഒരുപാട് ഷോസ് ചെയ്യാനുള്ള ഒരു ലക്കും എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞങ്ങള് ഇനീഷ്യലി മറ്റേ കോവിഡിന്റെ സമയത്ത് അധികം ഷോസ് ഒന്നും ഇല്ലാതിരുന്ന സമയത്തും സിത്തുമയുടെ കൂടെ കുറച്ച് ചെറിയ പ്രോഗ്രാംസ് ഒക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഓസ്ട്രേലിയ ടൂറൊക്കെ ചെയ്തിട്ടുണ്ട് വിത്ത് ഹെർ ബാൻഡ് ദ പ്രോജക്ട് മലബാറിക്കസ്. ജസ്റ്റ് ബ്യൂട്ടിഫുൾ. സിത്തുമ എന്ന് പറയുമ്പോൾ നമുക്ക് കുമ്പളങ്ങി നൈറ്റ്സിലെ ചെരാതുകൾ എന്ന് പറഞ്ഞ പാട്ട്, ഇറ്റ്സ് എന്താ പറയാ, ഇനി എത്ര വർഷം കഴിഞ്ഞാലും എനിക്ക് ഉറപ്പാണ് നമ്മുടെ അടുത്ത ജനറേഷൻസ് കേൾക്കാൻ പോണ പാട്ടാണ്. അത്രയും ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു പാട്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ പാട്ട്. അപ്പൊ ദിയക്കുട്ടി എന്തോ നല്ലോണം പാടണം. നീ മുകിലവും എന്റെ ഫേവറേറ്റ് സോങ് ആണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി.
ആഹാ. നമസ്തേ ദിയ മോൾ. ഹായ് സാർ. ഞാൻ ശരിക്കും ബ്ലെസ്ഡ് ആണ്. ഈ ഇത്രയും ചെറിയൊരു മോള് ഒരു ഭയങ്കര ഒരു ഹൈലി പ്രൊഫഷണൽ ആയിട്ടാണ് പാടിയത്. താങ്ക് യു സാർ. ഹൈലി പ്രൊഫഷണൽ. താങ്ക് യു. എങ്ങനെ പാടുന്നു ഈ പ്രായത്തിൽ ഇങ്ങനെ അല്ലേ? ഈ കമ്പോസിംഗിൽ ഒരു ഭയങ്കര ഒരു ഫ്രഷ്നെസ്, ഭയങ്കര ഒരു പുതുമയുള്ള ഒരു പാട്ടാണിത് അല്ലേ? അതെ. ഇത് എത്രയോ നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടുള്ളൊരു രാഗമാണിത് അല്ലേ? മലയാളം പാട്ടിലായാലും ശരി, തമിഴ് പാട്ടിലായാലും. പക്ഷെ അതിനൊരു ഭയങ്കര ഫ്രഷ്നെസ് കൊണ്ടുവന്നത് റഫീഖ് സാറിൻ്റെ വരികളും ഗോപി സുന്ദറിൻ്റെ കമ്പോസിഷനിലും. പക്ഷെ അത് ഏറ്റവും ബെസ്റ്റായിട്ട് പ്രസൻറ്റ് ചെയ്തു. ഇനി ഇതിലും മേതെ ഒന്നുമില്ല, അത്രയും ഭംഗിയായിട്ട് പ്രസൻറ്റ് ചെയ്തു മോള്. താങ്ക് യു സാർ. ബ്യൂട്ടിഫുൾ ഇറ്റ് വാസ്. ഞങ്ങൾ മൂന്നാളും ഒരേമാതിരി എൻജോയ് ചെയ്തു. താങ്ക് യു. എക്സലന്റ്. ഞാനിങ്ങനെ എന്ത് കുറ്റം കണ്ടുപിടിക്കാന്ന് ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുന്നു കേട്ടോ. കുറെ കുറ്റം കണ്ടുപിടിക്കണ്ടേ? ഇവിടെ ഇരിക്കുമ്പോ അതാണല്ലോ ജോലി. കുറെ കുറ്റം പറയാ, അവിടെ ശ്രുതി, ഇവിടെ താളം, ഇവിടെ ഭാവം, ലയം എന്നൊക്കെ പറയാലോ. പക്ഷേ ഒരു കുറ്റവും പറയാനില്ല. കുറ്റമറ്റതാ എന്ന് പൂർണ്ണമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷെ കുറ്റമറ്റതാണ്. കാരണം ലൈവ് പെർഫോമൻസിൽ ഈ പാട്ട് ഇങ്ങനെ പാടുന്നത് അത്ഭുതമാണ്. താങ്ക് യു സാർ. ഇറ്റ് ഈസ് വെരി റയർ ടു ഫൈൻഡ് ടാലന്റ് ലൈക്ക് ദിസ്. നല്ലൊരു ശബ്ദമാണ്. ശബ്ദം മാത്രമല്ല, പാട്ട് മനസ്സിലാക്കി പാടുന്നു. ഈവൻ ദ ഫീൽ. അതാണ് എനിക്ക് ശേഷം വന്ന മ്യൂസിക് കമ്പോസേഴ്സിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഗോപി സുന്ദറിനെയാണ്. സിനിമ എന്താണെന്നും സിനിമാ സംഗീതം എങ്ങനെ ആയിരിക്കണം എന്നുള്ള കോൺസെപ്റ്റ് ഗോപിയുടെ ഓൺ ദ ഡോട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഗോപിയുടെ മിക്ക പാട്ടുകളും എനിക്കിഷ്ടമാണ്. ഇത് പ്രത്യേകിച്ച് ഇഷ്ടമാണ്. പിന്നെ ഇത് പാടിയിരിക്കുന്നത് വിജയും സിത്തുമണി, നമ്മുടെ സിത്താരയാണ്. രണ്ടുപേരും പാടിയിരിക്കുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ്. ആ സിനിമയിൽ ഈ പാട്ട് ജെല്ലി ചെയ്യുന്നത് അതാണ്. അവിടെയാണ് ഗോപിയുടെ ഒരു മാജിക് എന്നുള്ളത്. അത് നമുക്ക് ആ സിനിമ കാണുമ്പോഴത്തേക്കും ഈ പാട്ടിനെ റീപ്ലേസ് ചെയ്യാനായിട്ട് വേറെ ഒരു പാട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ആ രീതിയിലാണ് അത് കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ. അപ്പോൾ മോള് വളരെയധികം എഫേർട്ട് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ആ എഫേർട്ടിന് ഒരു ബിഗ് സല്യൂട്ട് ഉണ്ട്. എനിക്ക് കൊതിയുള്ള 1-2 സ്ഥലങ്ങൾ ഒന്നുകൂടെ പാടി കേൾപ്പിക്കോ? അതായത് നീ എന്ന ഗാനത്തിൻ ചിറകുകളേറി, ചിറകുകളേറി ഞാനേതു ലോകത്തിൽ ഇടറിറങ്ങി പാടാനായി ഞാൻ. ഇതാണ് അതിശയകര ഭാവം എന്ന് പറയുന്നത് പാട്ടിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അതിശയം കൊണ്ടുവന്നിരിക്കുന്ന ആളാരാണ്? ദിയക്കുട്ടി. കേട്ടോ. അപ്പോ ഇത്രയും കുറ്റമറ്റ രീതിയിൽ പാടുക എന്ന് പറയുന്നത് ഈസി അല്ല. ടു സം ഇറ്റ് അപ്പ്, ഇറ്റ് വാസ് ബ്യൂട്ടിഫുള്ളി ഡൺ. താങ്ക് യു സർ. താങ്ക് യു. ഞങ്ങൾക്ക് പാട്ട് കേട്ടിട്ട് പാട്ട് തീരണ്ടെന്ന് തോന്നി. ശരിക്കും ഇത്ര രസത്തില് പ്രസന്റ് ചെയ്തു. കണ്ണടച്ചിരുന്ന് ഇങ്ങനെ കേട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഫീല്. ഒരു സ്റ്റാൻസി കൂടി ഉണ്ടായിരുന്നെങ്കിൽ. അതെ, ഒന്നും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അതും കണ്ണടച്ച് കേട്ടിരുന്നു ബാക്കിക്ക് വേണ്ടി കാത്തിരുന്നേനെന്ന് തോന്നി. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് ദിയക്കുട്ടി പ്രസന്റ് ചെയ്തു. താങ്ക് യു ചേച്ചി. താങ്ക് യു. വേണം, ഒബ്വിയസ്ലി. നമുക്ക് മാർക്കിലേക്ക് കിടക്കാം. ഓക്കെ. 95 തുടങ്ങാം. 95 out of 100. നോ. പോരാ. 96. നോ. 97. മതി. നോ. 98. നോ ബ്രാ. നോ. 99. നോ. നോ. No, it is going to be 100 on 100 for Diya Kuts today. Thank you, sir. ഒരു മധുരമഴ. ഹാപ്പി ഹാപ്പി. ഭയങ്കര സന്തോഷം. ഇങ്ങനൊരു ഭാഗ്യം ആർക്കും ഉണ്ടായിട്ടില്ല. രണ്ടാമത്തെ പ്രാവശ്യവും മിഠായി മഴ സെക്കൻഡ് ടൈം അല്ലേ? Amazing. ഞാൻ പറഞ്ഞില്ലേ എന്റെ ബർത്ത്ഡേ എല്ലാവർക്കും 100 കൊടുക്കും. അതൊക്കെ മോളുടെ എഫേർട്സിനാണ്. Thank you. Thank you, sir. അത്രയധികം എഫേർട്സ് ഉണ്ട് അതിന്റെ പിന്നാലെ. Thank you, sir. സത്യം പറഞ്ഞ ഈ ചോക്ലേറ്റിന് വേണ്ടിയല്ലേ ഇത് ചെയ്യണത്? മനഃപൂർവ്വം. ഓൾ ദി ബെസ്റ്റ് കേട്ടോ. ഇനി ഉണ്ടാവട്ടെ ഇങ്ങനെ. ബൈ.
ടോപ്പ് സിംഗറിന്റെ നമ്മുടെ ഇന്നത്തെ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. നമ്മൾ നാളെ ഇതേ സമയത്ത് വീണ്ടും കാണുന്നുണ്ട്, ഒരുപാട് നല്ല നല്ല പാട്ടുകളും പെർഫോമൻസും ഒക്കെ ആയിട്ട്. അതുകൊണ്ട് ഇന്ന് തൽക്കാലത്തേക്ക് മാത്രം ടോപ്പ് സിംഗർ സീസൺ 6 ടാറ്റ ബൈ, സീ യു.